പച്ചമുളകിനെ എരിവുകൊണ്ട് തോൽപ്പിക്കുന്ന കാന്താരി. ക്യാപ്സിക്കം എന്ന ജനുസിൽപ്പെടുന്ന ക്യാപ്സിക്കം ഫ്രൂട്ടിസെൻസ് എന്ന ശാസ്ത്രനാമമുള്ള കാന്താരി എരിഞ്ഞു കയറുന്ന എരിവ് സമ്മാനിക്കുന്ന ഒരു മുളകിനമാണ്. ഉരുളക്കിഴങ്ങിന്റെയും വഴുതനയുടെയും കുടുംബമാണ് സൊളാനേസി. ഈ കുടുംബത്തിലെ അംഗമാണ് കാന്താരി. പക്ഷികൾ വഴി വിത്ത് വിതരണം നടന്ന് പറമ്പിന്റെ പല മൂലയ്ക്കും കാന്താരി ചെടി വളർന്നു നിൽപ്പുണ്ട്. കാന്താരി മുളകിന്റെ ചെടിയെ കൊല്ലയെന്നും വിളിക്കാറുണ്ട്. ചമ്മന്തി അരയ്ക്കാനും പച്ചമുളകിന് പകരമായി ആഹാര വിഭവങ്ങളിൽ ചേർക്കാനും ചക്കയും കപ്പയും വേവിക്കുമ്പോൾ അതിലരച്ചു ചേർക്കാനുമൊക്കെ പറ്റുന്ന രുചികരമായൊരു മുളകിനമാണിത്. അമേരിക്കയിലാണ് കാന്താരിയുടെ ജനനമെന്ന് കരുതപ്പെടുന്നു. കാന്താരിയിൽ തന്നെ പല നിറങ്ങളിൽ കായ്കൾ ഉണ്ടാകുന്ന കാന്താരികളുണ്ട്. പലപ്പോഴും കാന്താരി പൊട്ടിക്കാൻ പോകുമ്പോൾ മുളക് ചെടിയിൽ കാണാറുള്ള ഒരു ഷഡ്പദമാണ് ഇത്. ഒരുതരം ചാഴിയാണിത്. തൊട്ടാൽ കൈയാകെ നാറും. സാധാരണ പച്ചമുളക് ഉണ്ടാകുന്ന ചെടിയാണിത്. മുളകിന് എരിവ് കൊടുക്കുന്നത് ക്യാപ്സൈസിൻ എന്ന ഘടകമാണ്. മുളകിന്റെ എരിവളക്കുന്ന യൂണിറ്റാണ് സ്കോവെല്ല യൂണിറ്റ്. ലോകത്തിലെ ഏറ്റവും എരിവ് കൂടിയ മുളകിനമാണ് ഭൂത് ജൊലോക്കിയ അഥവാ ഗോസ്റ്റ് പെപ്പർ. പ്രധാനമായും ഇന്ത്യയിലെ അസം, നാഗാലാൻഡ്, മണിപ്പൂർ, മിസോറാം എന്നീ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലാണ് ഇതിന്റെ ജനനം. സാധാരണ മുളകിനങ്ങളിൽ ക്യാപ്സസിന്റെ അളവ് 1% പക്ഷേ ഗോസ്റ്റ് പെപ്പറിൽ ക്യാപ്സസിന്റെ അളവ് 3 മുതൽ 4%. ഈ മുളകിന്റെ സ്കോവില്ലെ സ്കോർ 10 ലക്ഷമാണ്. ക്യാപ്സിക്കം ജനുസിൽപ്പെടുന്ന മുളക് ചെടികളെ മനുഷ്യർ വളർത്താൻ തുടങ്ങിയിട്ട് ഏതാണ്ട് 7000 വർഷത്തോളമായത്രേ. ആകൃതിയിലും വലുപ്പത്തിലും രുചിയിലും നിറത്തിലുമെല്ലാം വ്യത്യസ്തതകൾ പ്രകടിപ്പിക്കുന്ന ഒരുപാട് മുളകിനങ്ങൾ ലോകത്തെമ്പാടുമായുണ്ട്.